أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما اختلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം ആരംഭിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബൂവത്ത് ലഭിച്ച് നമ്മൾ ഗ്രിഗേറിയൻ കലണ്ടർ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിൻ്റെ ആരംഭം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അത് പിന്നെ തിരുത്തി പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക ആരംഭം യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി തുടങ്ങിയ ഒന്നല്ല. അതിനു മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് പ്രബോധനം ചെയ്തിട്ടുള്ളത് ഇസ്ലാം തന്നെയാണ്. അപ്പോൾ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബൂവത്ത് ലഭിച്ചിട്ട് ഇന്നേക്ക് 1416 വർഷങ്ങളായിട്ടുണ്ട്. അത് ഹിജ്റ വർഷം കണക്കാക്കുമ്പോൾ ആയിരിക്കില്ല കേട്ടോ. ഹിജ്റ വർഷം കണക്കാക്കുന്ന സമയത്ത് ഏകദേശം 1460 വർഷങ്ങൾ ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹിജ്റ വർഷം നമുക്കറിയാം, നമ്മൾ കണക്കാക്കുന്ന ഗ്രിഗേറിയൻ കലണ്ടറുമായിട്ട് 10 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഇവിടെ ഇന്നത്തെ ഒരു കുത്തുബയിൽ ഞാൻ പറയാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബൂവത്ത് ലഭിച്ച് ഇത് എവിടെ നിന്ന് ആരംഭിച്ചു, പിന്നീട് ഏതൊക്കെ രൂപത്തിലൂടെ അത് കടന്നുപോയിട്ടുണ്ട്, ഇന്ന് ഏതൊരവസ്ഥയിലാണ് അത് ചെന്നെത്തി നിൽക്കുന്നത് എന്നുള്ള ഒരു ചരിത്രം. ആ ചരിത്രം വളരെ വിശദമായി അല്ലെങ്കിൽ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ് എന്ന് നമുക്കറിയാമെങ്കിലും വളരെ ചുരുങ്ങിയ രീതിയിൽ അതൊന്ന് നിങ്ങളുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്ത് ആ ഒരു ചരിത്രം നാം ഓരോരുത്തരും അറിയുക എന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് എന്നൊരു തോന്നൽ കൊണ്ടാണ് ഈ
എടുക്കാനുണ്ടായിട്ടുള്ള ഒരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ആരംഭിച്ച് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനവുമായിട്ട് മക്കയിലൂടെ മുന്നോട്ട് പോകുന്ന കാലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായികളായിട്ട് ലഭിക്കുന്നത് ആ മക്കയിലെ തന്നെയുള്ള വളരെ ദുർബലരായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമാണ്. പ്രധാനപ്പെട്ടും അതിൽ അന്ന് മക്കയിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ബിലാലിനെ പോലെ, ഖബ്ബാബിനെ പോലെ, അമ്മാറിനെയൊക്കെ പോലെയുള്ള വളരെ ദുർബലരായിട്ടുള്ള അടിമകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു പ്രബോധനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ മക്കയിലെ പ്രമുഖരാരും തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം നിർവഹിക്കുന്നത് 13 വർഷക്കാലമാണ്. ഈ 13 വർഷക്കാലവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രവാചകന്റെ അനുയായികളായിട്ട് കൂടെ കൂടിയിട്ടുള്ള ആളുകൾക്കും പീഡനമല്ലാതെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഒന്നും തന്നെ ആ മക്കയിൽ നിന്ന് അനുഭവിക്കുക അല്ലെങ്കിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സമാധാനപരമായ ഒരു അന്തരീക്ഷവും മക്കയിൽ നിന്ന് അവർക്ക് ഉണ്ടായിട്ടില്ല. നീണ്ട 13 വർഷക്കാലമാണ് അങ്ങനെ കടന്നു പോകുന്നത്. ഈ 13 വർഷക്കാലം അല്ലെങ്കിൽ ആ ഒരു 13 വർഷക്കാലം നമ്മളൊരാളിങ്ങനെ ആ ഇസ്ലാമിനെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയ ശാസ്ത്രം അല്ലെങ്കിൽ ഒരു മതം ലോകത്ത് നിലനിൽക്കാനുള്ള സാധ്യതയെ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അത്രയും ദുർബലരായിട്ടുള്ള ആളുകൾ ഈ 13 കൊല്ലത്തെ പ്രവാചകന്റെ പ്രബോധന ഫലമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ ദുർബലരാണ്. അതിൽ തന്നെ 3 ഹിജ്റകൾ നടക്കുന്നുണ്ട്. മക്കയിൽ യാതൊരു തരത്തിലും ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ആ നാട് വിട്ടു പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് 3ാമത്തെ ഹിജ്റയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പുറപ്പെടുന്നത്. ഈ മദീനയിലേക്ക് പോകുന്ന സമയത്തും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് അയക്കുന്നത് ഒരു മനുഷ്യനെയാണ്. അദ്ദേഹത്തിന്റെ പേര് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട ചരിത്രമുണ്ട്. ഒരു മനുഷ്യൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ട് മദീനയിലുള്ള മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങി പ്രബോധനം നിർവഹിക്കണം. അങ്ങനെ പ്രബോധനം നിർവഹിച്ച് കൃത്യമായി 1 കൊല്ലം കഴിയുമ്പോൾ ആ മദീനക്കാര് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറയുന്ന രംഗമുണ്ട്. പ്രവാചകന്റെ അടുത്ത് വന്നവർ പറയുകയാണ്, പ്രവാചകരെ താങ്കളും താങ്കളുടെ കൂട്ടിലും ഇനി ഈ മക്കയിൽ കിടന്ന് അങ്ങനെ പ്രയാസപ്പെടേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ഇനി മദീനയിലേക്ക് ഞങ്ങളുടെ കൂടെ വാ, നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും ഞങ്ങൾ സംരക്ഷണം നൽകാം എന്ന ഉറപ്പിന്റെ ഫലമായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ പ്രിയപ്പെട്ട അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഈ മദീനയിലും ഒരു സ്വൈര്യ വ്യവഹാരത്തിന് ഈ പറയുന്ന മക്കയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ സമ്മതിക്കുന്നില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെയും അവര് അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്, യുദ്ധങ്ങൾ ആരംഭിക്കുന്നുണ്ട്. നമുക്കറിയാം ബദർ യുദ്ധം, പിന്നീട് വന്ന ഉഹുദൊക്കെ ചരിത്രത്തിലുണ്ട്, നമുക്ക് കാണാവുന്ന സംഗതികളാണ്. പക്ഷെ എങ്കിലും ഇസ്ലാമിന്റെ ഒരു സാമ്രാജ്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മദീനയിൽ നിന്നാണ്. കാരണം മദീനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭരണഘടന നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ആ ഭരണഘടന നമുക്ക് ഇന്നൊക്കെ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മദീന ചാർട്ടർ എന്ന പേരിൽ മദീനയിലെ സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയുന്ന അവിടുത്തെ ജൂതന്മാരും പ്രാകൃത മതക്കാരുമായിട്ടുള്ള മുസ്ലിമും അടങ്ങുന്ന ആളുകളെ എല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കുകയും എന്നിട്ട് വളരെ നല്ല രീതിയിൽ ഒരു ഭരണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രവാചകന് ഒരു അസ്തിത്വം മദീനയിൽ ലഭിക്കുന്നു എന്ന ഒരു ഘട്ടം എത്തുമ്പോൾ ഈ മക്കയിലുള്ള ശത്രുക്കൾ വീണ്ടും അവിടെ അക്രമം അഴിച്ചുവിടുന്നു. ബദർ യുദ്ധവുമായിട്ട് അവർ മുന്നോട്ട് വരികയാണ്. ഈ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രം മുസ്ലിങ്ങൾ വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വന്ന യുദ്ധങ്ങളിൽ ഉഹുദിൽ നേരിയൊരു പരാജയം ഉണ്ടായപ്പോ പലരും വിചാരിച്ചിട്ടുണ്ടാവും ഇതോടുകൂടി ഇസ്ലാം ഇവിടെ തകർന്നു പോയി എന്നൊക്കെ മക്കയിലുള്ള ആളുകൾ സന്തോഷിക്കുന്നവരെ വീണ്ടും ഇത് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദുർബലരായിട്ട് പീഡനങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കെട്ടുറപ്പുള്ള ഒരു സാമ്രാജ്യം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വരികയാണ് മദീനയിൽ. അങ്ങനെ വന്ന് പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്
വഫാത്തിന് ശേഷം അത് ഖുലഫാഉ റാഷിദുകളിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ കാലത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ ഇസ്ലാമിന്റെ വ്യാപനം എന്ന് പറയുന്നത് നമ്മ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ളതാണ്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഒക്കെ കാലം കഴിയുമ്പോഴേക്ക് അത് ഇന്ന് നമ്മളിങ്ങനെ മാപ്പ് എടുത്ത് ലോകത്തിന്റെ ഒക്കെ മാപ്പ് എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അങ്ങ് ആഫ്രിക്കയുടെ അങ്ങേ തലക്കിലുള്ള മൊറോക്കോ മുതൽ ആരംഭിച്ച് ഇങ്ങോട്ട് ഏകദേശം അഫ്ഗാനിസ്ഥാൻ വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന അത്രയും വലിയൊരു ഭൂവിഭാഗത്തിലേക്ക് ഇസ്ലാം ഇങ്ങനെ വ്യാപിക്കുകയാണ്. അതൊരു അത്ഭുതകരമായ ഒരു വ്യാപനമാണ്. കാരണം ഖുലഫാഉ റാഷിദുകൾ ഭരണം നടത്തുന്നത് ആകെ 30 കൊല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടി 30 കൊല്ലം കൊണ്ട് ഇസ്ലാമിക സാമ്രാജ്യം ഇങ്ങനെ വളർന്ന് പന്തലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ രൂപത്തിൽ നമ്മളിങ്ങനെ കണക്കാക്കുമ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഉമർഖാന്റെ കാലത്ത് ഉസ്മാൻഖാന്റെ ഒക്കെ കാലത്ത് എത്ര രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്നോ എണ്ണിക്കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ നമ്മൾ കണക്കാക്കുമ്പോൾ 20ഓളം രാജ്യങ്ങൾ അന്ന് ഇസ്ലാമിന്റെ കീഴിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ഉമവിയ ഭരണം, അമവികൾ ഇസ്ലാം ഭരിക്കുന്നുണ്ട്. അമവികൾ ഇസ്ലാം ഭരിക്കുന്ന കാലത്ത് ഈ പറയുന്ന മൊറോക്കോയിൽ കടന്ന് അത് അപ്പുറത്തേക്ക് അങ്ങ് യൂറോപ്പിലേക്ക് എത്തുന്നുണ്ട്. യൂറോപ്പ്, സ്പെയിനും അതുപോലെ തന്നെ ഫ്രാൻസും ഒക്കെ ഇറ്റലിയും ഒക്കെ ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിൽ വരികയാണ്. അത് അങ്ങനെ പോയിട്ട് പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കും ഇന്ത്യയുടെ മുകളിലുള്ള ചൈനയുടെ ചില ഭാഗങ്ങളിലേക്കും റഷ്യയിലേക്കും ഒക്കെ ഇതിങ്ങനെ വ്യാപിക്കുക. അത് ഇത്രയും വലിയൊരു വ്യാപനം. അമേരിക്കകളാകെ ഈ ഇസ്ലാമിക ഭരണം നിർവഹിക്കുന്നത് 90 വർഷമാണ്. ഈ 90 വർഷം കൊണ്ട് ഇത്രയേറെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭരണം ലഭിച്ചതിന് അല്ലെങ്കിൽ രൂപത്തിൽ ലഭിച്ചതിന് ശേഷം ആകെയാകുന്നത് ഒരു 150 വർഷമൊക്കെയാണ്. ഈ ഒരു 150 വർഷം കൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് എത്രത്തോളം അത് എത്രത്തോളം ദൂരത്തേക്ക് എത്രത്തോളം ഭാഗങ്ങളിലേക്ക് അത് എത്താൻ സാധിക്കുമോ അത്രയേറെ ഭാഗത്തിലേക്ക് അതിങ്ങനെ വളർന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. പിന്നീട് അമവികൾ ദുർബലപ്പെട്ടു പോകുന്നു. അബ്ബാസികൾ ഭരണം ഏറ്റെടുക്കുന്നുണ്ട്. ഈ അമവികളുടെ ഭരണം അവസാനിക്കുന്നത് 750-ലാണ്. 750-ൽ അമവികളുടെ ഭരണം അവസാനിച്ചതിന് ശേഷം അബ്ബാസികൾ ഭരണം ഏറ്റെടുത്ത് നീണ്ട 500 വർഷക്കാലം ഇസ്ലാം ഈ ലോകത്ത് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് ദ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്നാണ്. ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. എന്തുകൊണ്ട് ഇതിങ്ങനെ ഒരു സുവർണ കാലഘട്ടം എന്ന രീതിയിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചു എന്ന് ചോദിച്ചാൽ, ഈ അമവികൾ അല്ലെങ്കിൽ ഖുലഫാഉ റാഷിദുകളോ അമവികളോ ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അത്ര തന്നെ ലാൻഡ് ഏരിയ വികസിപ്പിക്കാനൊന്നും അബ്ബാസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ അബ്ബാസികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായി, വിദ്യാഭ്യാസപരമായി, ശാസ്ത്രീയപരമായി, സാംസ്കാരികമായി, സാമ്പത്തികമായിട്ടൊക്കെ ലോകത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്രാജ്യം എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അന്ന് ലോകത്ത് നിലനിന്നിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഇസ്ലാമായിരുന്നു. ആരൊക്കെ തകർത്തിട്ടാണ് ഇസ്ലാം ഇങ്ങോട്ട് എത്തുന്നത്? അതിന് മുമ്പുണ്ടായിരുന്ന റോമക്കാരെയും പേർഷ്യക്കാരെയും ഒക്കെ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാണ്, ഇത്രയും വലിയ ലോകത്തെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് ഇസ്ലാം മാറുകയാണ്. അതിലൊരു ഭരണാധികാരി, ഖലീഫ. ആ ഖലീഫ ലോകത്തുള്ള സകല മുസ്ലിം രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു ഖലീഫ. നേരിട്ട് ഭരിക്കുന്നില്ലെങ്കിൽ പോലും ഖലീഫ പറഞ്ഞ വാക്കിന്റെ അപ്പുറത്തേക്ക് മറ്റു രാജാവോ മറ്റല്ലെങ്കിൽ ഒരു ഭരണാധികാരിയും എതിർക്കാത്ത ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് അബ്ബാസികൾ കടന്നു പോകുന്നത്. നിങ്ങളിങ്ങനെ ആ ചരിത്രം ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ശാസ്ത്രീയപരമായിട്ടുള്ള ഒരുപാട് പുരോഗമനം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഗണിതവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഫിസിക്സ്, കെമിസ്ട്രി, ഈ രൂപത്തിലൊക്കെ ഒരുപാട് സംഭാവനകൾ ഈ അബ്ബാസികൾ നൽകിയത് അല്ലെങ്കിൽ അബ്ബാസി കാലഘട്ടത്തിൽ ഇസ്ലാം മുന്നോട്ട് ലോകത്തിന് മുന്നിൽ നമുക്ക് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, അൽ ഖാരിഷ്മി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹമാണ് ആൽജിബ്ര വികസിപ്പിച്ചെടുക്കുന്നത്. അത് മാത്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ജാബിർ ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ദ ഫാദർ ഓഫ് ഒപ്റ്റിക്, പ്രകാശശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇബ്നു സീനയെ നമുക്കറിയാം. ഇബ്നു സീന മെഡിക്കൽ സയൻസിലെ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ്.
പിതാവ് അൽ സഹ്റവി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ഇത്രയേറെ സംഭാവനകൾ ഇസ്ലാമിക ലോകത്തേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, ഇസ്ലാം ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ല. 1275 കാലഘട്ടമായപ്പോഴേക്ക്, അല്ലെങ്കിൽ 1250-70 കാലമായപ്പോഴേക്ക് ഈ പറയുന്ന അബ്ബാസി ഭരണം നശിച്ചു പോവുകയാണ്. പിന്നീട് ഒരു നീണ്ട കാലഘട്ടം, ഒരു 200-250 കൊല്ലത്തോളം ലോകത്തെവിടെയും ഒരു ഇസ്ലാമിക ഖിലാഫത്തിന് കീഴിൽ ഖലീഫയായിട്ട് ഒരു നേതാവ് ഇസ്ലാമിന് ഇല്ലാത്തൊരു കാലം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടാണ് നമ്മുടെ വിഷയം. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യമായിരുന്ന ഇസ്ലാമിക സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി പോയത്? ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയത് എന്താന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ആ ഉത്തരം എന്ന് പറയുന്നത്, അവർ പരലോകത്തെ മറന്നുകൊണ്ട് ഇഹലോകത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി എന്നുള്ളത് മാത്രമാണ്. വിശുദ്ധ ഖുർആൻ അവർ മാറ്റിവെച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിനെ മാറ്റിവെച്ചിട്ട് അതിന് കേവലം അതിലെ ആശയങ്ങളൊക്കെ മാറ്റി അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓതി തീർക്കാനുള്ള ഒരു മാത്രമുള്ള ഒരു ഗ്രന്ഥമാക്കിയിട്ട് അതിനെ മാറ്റി. ഇതോടുകൂടിയിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ പതനവും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു കാലഘട്ടം വരെ ഒരിക്കൽ പോലും അതിന്റെ ഒരു പഴയ പ്രതാപത്തിലേക്ക് ഇസ്ലാമിന് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അബ്ബാസികളുടെ ഭരണം തകരുന്ന അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ചരിത്രം പറയുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മംഗോളിയൻ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ചെങ്കിസ് ഖാനും തിമൂറും ഒക്കെ ഭരിച്ചിരുന്ന ഒരു കാലം. ഈ ചെങ്കിസ് ഖാനാണ് അബ്ബാസി ഭരണത്തിന്റെ അടിവേരറുത്തത് എന്നൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. ചെങ്കിസ് ഖാൻ അന്നത്തെ ഇസ്ലാമിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന ബാഗ്ദാദിനെ ആക്രമിച്ചുകൊണ്ട് അന്നത്തെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് ആ അബ്ബാസി ഭരണം തകർത്തു മുന്നേറിയപ്പോ പിന്നീട് ഈ ലോകത്ത് തന്നെ ഇസ്ലാമിക ഭരണം ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ട് എന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സമയത്താണ് വളരെ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നത്. അതെന്താണെന്നറിയോ? ആ അത്ഭുതം എന്ന് പറയുന്നത് പിന്നീട് ഈ മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ചില രാജാക്കന്മാർ തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. അവിടെ പടച്ച നിർബന്ധിയാണ് മറ്റൊരു രീതിയിലൂടെ ഇസ്ലാമിനെ അവിടെ നിലനിർത്തുന്ന തരത്തിലേക്ക് അത് കൊണ്ടുപോയി. അങ്ങനെ ഇസ്ലാമിനെ വീണ്ടും എന്ത് ചെയ്യാണ്? ഒരു ശക്തിയായിക്കൊണ്ട് പടച്ചറപ്പ് നമ്മുടെ മുമ്പിലേക്ക് തന്നെ വിട്ടുതരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇന്ത്യയിലൊക്കെ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത്തരത്തില് ലോകത്തിന്റെ ഏറ്റവും ഉത്തുംഗതയിൽ നിന്നിരുന്ന ഒരു സാമ്രാജ്യം തകർന്ന് തരിപ്പണമായിട്ട് വീണ്ടും പടച്ച റബ്ബിന്റെ സഹായത്തോട് കൂടിയിട്ട് അത് വീണ്ടും ഇങ്ങനെ പൊന്തി വന്ന് വീണ്ടും ലോകത്ത് മറ്റൊരു ഭരണം അവിടെ ഉടലെടുക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്ന ഒട്ടോമൻ സാമ്രാജ്യം, അതും ഈ പറയുന്ന രീതിയിൽ ഒരു ഇസ്ലാമിക സാമ്രാജ്യമായിട്ട് നിൽക്കുകയാണ്. ഇന്നിപ്പോ അതും ഇല്ല. എന്താണ് ഇന്ന് ലോകത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട ഒരു നേതാവ് പോലും ഇല്ലാതെ ഒരു ഖലീഫ എന്ന് പറഞ്ഞ ഖിലാഫത്ത് എന്ന് പറയുന്നത് പൂർണ്ണമായും അവസാനിച്ചുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ യാതൊരു തരത്തിലുള്ള ഇസ്സത്തും ഇല്ലാതെ ഇപ്പൊ ഈ ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോഴാണ് ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെ എത്ര ദുർബലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്ക എന്ന് പറയുന്ന ഒരു പ്രബല രാജ്യത്തിന്റെ സഹായമില്ലാതെ ഒരു വേള പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അത്രയും ദുർബലമായി പോയിട്ടുണ്ട് ഇസ്ലാമിക ലോകം എന്ന് നമുക്ക് ഇന്നത്തെ വാർത്തകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇവിടെ സംഭവിച്ചു പോകുന്നത്? എന്താണ് സംഭവിച്ചു പോകുന്നത് എന്നതിന് പല ഉത്തരങ്ങൾ നമുക്കുണ്ട്. ഒന്നാമത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ യഹലോകത്തോട് കൂടുതലായിട്ട് അടുത്തു എന്നുള്ളതാണ്. കല്ലാബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ യഹലോകത്തേക്ക് കൂടുതൽ ഇങ്ങനെ അടുത്തുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണോ? വലാ തദറൂനൽ ആഖിറ, നിങ്ങൾ പരലോകത്ത് നിങ്ങൾ ഇങ്ങനെ വിട്ടേക്കുകയും ചെയ്യുകയാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം. അതായത് ഒന്നാമത്തെ കാരണം അതാണ്. അതായത് പരലോകത്തെ മറന്നുകൊണ്ട് ഇഹലോകത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് ചരിത്രകാരന്മാർ ഇതിനെ പറയുന്നത് നീതി നിർവഹണത്തിൽ അന്നത്തെ ഇസ്ലാമിക രാജാക്കന്മാർ വളരെ ദൂരം പിന്നിലേക്ക് പോയി എന്നാണ്. അതായത് ഇപ്പൊ ലോകത്തൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്ന ഒരു നീതി ഉണ്ടല്ലോ. ആ നീതി എന്ന് പറയുന്നത് ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ആ നീതി ഇന്ന് കടലാസിൽ മാത്രമാണ്. എന്നാൽ സമ്പന്നനായിട്ടുള്ള അല്ലെങ്കിൽ കയ്യൂക്കുള്ള ആളുകൾക്കോ ആ നീതി ഇന്ന് എല്ലായിടത്തും ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ലോകത്തെ ഏറ്റവും നീതിവാനായിട്ടുള്ള ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരിക്കലും പരാതിയുമായിട്ട് ചെറുപ്പക്കാരൻ വരികയാണ്. പരാതിയുമായിട്ട് ചെറുപ്പക്കാരൻ വരുന്നത് ആർക്കെതിരെയാണെന്ന് അറിയാം? ഉമറിന്റെ തന്നെ ഭരണാധികാരിയായ
പരാതി എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായി തോന്നിപ്പോകും. ഈ രണ്ട് ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഈ രണ്ട് കുട്ടികൾ ഒരു പന്തയം നടത്തുകയാണ്, ഒരു കുതിര പന്തയം. ആ കുതിര ഓട്ട മത്സരത്തിൽ ഈ സാധു മനുഷ്യൻ ജയിച്ചു, അമ്രുൽ ആസിന്റെ മകൻ പരാജയപ്പെട്ടു. അതിന്റെ ദേഷ്യത്തില് അമ്രുൽ ആസിന്റെ മകൻ ഈ സാധു മനുഷ്യനെ ഒന്ന് അടിച്ചു, വേദനിച്ചു. ആ പരാതിയുമായിട്ട് ഉമറിന്റെ അടുത്തേക്ക് വരിക. ഉമർ അമ്രുൽ ആസിനെയും മകനെയും തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടോ, സത്യമാണോ എന്ന് ചോദിക്കുമ്പോ അതെ പറ്റിപ്പോയിട്ടുണ്ട് ഖലീഫ അമീറുൽ മുഅ്മിനീൻ, ഇങ്ങനൊരു കാര്യം എന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി എന്ന് പറയുമ്പോ ഉമർ തന്നെ തിരിച്ചു പറയുന്നത്, നീ അവനെ അടിച്ചുകൊള്ളുക എന്ന. ശക്തമായിട്ട് അടിച്ചു, തനിക്ക് മതി വരുവോളം അടിച്ചു എന്നാണ് ചരിത്രത്തിൽ അങ്ങനെ ഏർപ്പെടുന്നത്. തന്റെ ദേശം തീരുവോളം ആ മനുഷ്യനെ അടിച്ചു. എന്നിട്ട് ഉമർ മാറിയിട്ട് അമ്രുൽ ആസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്ന് മുതലാണ് നീ ജനങ്ങളെ അടിമയാക്കി ഭരിക്കാൻ തുടങ്ങിയത് എന്നാ. അടിമയാക്കി വെച്ച് എന്ന് മുതലാണ് നീ ഭരിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് നീയും ഈ പറയുന്ന ശിക്ഷാ നടപടി ഏൽക്കേണ്ട ആളാണ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് അടുത്തത് നീ അമ്രിനെ അടിക്കുക എന്ന് പറയുമ്പോ എനിക്ക് അമ്രിനോട് പ്രത്യേകിച്ച് ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല. അമീറുൽ മുഅ്മിനീൻ അദ്ദേഹത്തെ അടിക്കേണ്ടതില്ല, എനിക്ക് ഇതോടുകൂടി തന്നെ എന്റെ ദേഷ്യം മാറിയിട്ടുണ്ട്, എനിക്ക് നീതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ആ ചെറുപ്പക്കാരൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു ഇസ്ലാമിലെ നീതി എന്ന് പറയുന്നത്. ഈ നീതി നിർവഹണത്തിൽ നിന്ന് ഇത്തരം രാജാക്കന്മാര് വളരെ ബഹുദൂരം പിന്നിലേക്ക് പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ട് ഇന്ന് ലോകത്ത് നമുക്ക് നിലനിന്നിരുന്ന ആ അപ്രമാദിത്വം ഇസ്ലാമിന് നഷ്ടപ്പെട്ടു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിന് നമുക്ക് നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് ഒന്നാമത് തുടക്കത്തിൽ ഞാൻ ആയത്തിലൂടെ ഓതി വെച്ചത്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്, വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്താണ് വാഗ്ദാനം? അവരുടെ മുമ്പുള്ളവർക്ക് അള്ളാഹു പ്രാതിനിധ്യം നൽകിയതുപോലെ നിശ്ചയമായും ഭൂമിയിൽ അള്ളാഹു നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും. അതായത് നമ്മുടെ മുമ്പിലുള്ള ആളുകൾക്ക് അള്ളാഹു ഈ ഭൂമിയിൽ ഏത് രൂപത്തിലാണ് ഒരു പ്രാതിനിധ്യം നൽകിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്കും അവർ പ്രാതിനിധ്യം നൽകുമെന്നുള്ളതാണ്. ഇന്ന് അവർ പ്രാതിനിധ്യം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചോളാം. ലോകത്ത് തന്നെ ഏറ്റവും സമാധാനത്തിൽ മുസ്ലിങ്ങൾ കരുതിയിരുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാനം മുസ്ലിങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാനം? കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് കീഴിൽ എത്ര മുസ്ലിം മന്ത്രിമാരുണ്ട്? എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം നമുക്ക് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നുണ്ടോ? എന്തെങ്കിലും നമുക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഒരു അവകാശം നേടിയെടുക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് പ്രാതിനിധ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് അള്ളാഹു നൽകിയതുപോലെ നിങ്ങൾക്കും അവന് പ്രാതിനിധ്യം നൽകും. പക്ഷെ ആ പ്രാതിനിധ്യം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കേസ്, ആ കേസിലെ ഒരു കക്ഷി ഒരു മുസ്ലിമും മറ്റൊരു കക്ഷി മറ്റൊരു ആളുമാണ് എന്നുണ്ടെങ്കിൽ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഒരേ തെറ്റ് നിർവഹിക്കുന്ന ആളുകൾക്ക് പോലും മുസ്ലിങ്ങൾക്ക് ഒരു നീതി, മുസ്ലിങ്ങൾക്ക് അല്ലാത്ത ആളുകൾക്ക് ഒരു നീതി. എവിടെ പോയി നമ്മുടെ നീതിയൊക്കെ? എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി? ലോകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് ഇസ്ലാമിക ഭരണം നടത്തിയിരുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണിതെന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഒരു പ്രാതിനിധ്യം എന്ന് ലഭിക്കുന്നില്ല? ഏതെങ്കിലും വിഷയത്തിൽ അത് നമുക്ക് ലഭിക്കുന്നുണ്ടോ? രാഷ്ട്രീയപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ആ ഒരു പ്രാതിനിധ്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനിയോ അടുത്ത കാര്യം പറയുന്നത്, അതായത് അള്ളാഹു തൃപ്തിപ്പെട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള അവരുടെ മതത്തിൽ സ്വാധീനം നൽകും എന്നുള്ളതാണ്. ഏതാണ് മതം? ഇസ്ലാമിന് ലോകത്ത് എന്ത് ചെയ്യും? പടച്ചിറപ്പ് സ്വാധീനം നൽകും. ഇന്ന സ്വാധീനം ഉണ്ടോ? ലോകത്തിന്റെ ചരിത്രം, ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കി നിങ്ങൾ. ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളത് മുസ്ലിങ്ങളാണ്. ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് സമാധാനത്തോടു കൂടിയിട്ട് മുസ്ലിങ്ങൾ കിടന്നുറങ്ങുന്ന ഒരവസ്ഥ ഇന്നുണ്ടോ?
ഇല്ല എന്നുള്ളത് തന്നെയല്ലേ സത്യം. ഇത് എത്ര തന്നെ നമ്മൾ മൂടി വെച്ചാലും ഇപ്പൊ ആരെങ്കിലൊക്കെ പോയിട്ട് രാജാവിന്റെ മുമ്പിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല എന്ന് പ്രഖ്യാപിച്ച് തിരിച്ചു പോകുന്നതുകൊണ്ട് കാര്യമില്ല. സത്യം എത്ര തന്നെ മൂടി വെച്ചാലും സത്യമായിട്ട് തന്നെ നിലനിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് നമുക്കിന്ന് ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് എന്താന്ന് വെച്ചാൽ അതായത് നിങ്ങൾക്ക് ഭയത്തിന് ശേഷം അവൻ നിർഭയത്വം നൽകും. ഇന്ന് ആ നിർഭയത്വം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഒരു ഭയമില്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കുന്ന എത്ര നമ്മുടെ കൗമിൽപ്പെട്ട എത്ര ആളുകൾ ഇന്നുണ്ട്? 3 കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ സ്വാധീനം നൽകും, നിങ്ങൾക്ക് നിർഭയത്വത്തിൽ നിന്ന്, നിങ്ങൾക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകും. ഈ പറയുന്ന 3 കാര്യങ്ങളും ഇന്ന് നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതിന്റെ കാരണം അല്ലാഹു പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യണ്ടോ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, നിങ്ങൾ യാതൊന്നിലും എന്നെ എന്ത് ചെയ്യരുത്, പങ്കു ചേർക്കുകയും ചെയ്യരുത് എന്നുള്ള ഈ ഒറ്റ കാര്യം നമ്മൾ നിർവഹിക്കുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന 3 കാര്യങ്ങൾ, അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുള്ള 3 കാര്യങ്ങൾ നമുക്ക് തിരിച്ചു ലഭിക്കും. ഏതൊക്കെ കാര്യങ്ങൾ? നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും, നിങ്ങളുടെ മതത്തിൽ സ്വാധീനം നൽകും, നിങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമാകും. ഈ പറയുന്ന 3 കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കണോ? ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, യാതൊന്നിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നെ പങ്കു ചേർക്കരുത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നതിന്റെ ഉത്തരം അതിലുണ്ട്. കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ വളരെ ശുഷ്കമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. എന്തുകൊണ്ട് അത് സാധ്യമാകും, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവർ വിശുദ്ധ ഖുർആനെ മാറ്റിവെക്കുന്നു. വിശുദ്ധ ഖുർആനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റെന്തെല്ലാമോ അഭയം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇസ്ലാമിക ലോകം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ പഴയ രീതിയിലേക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനെ യാതൊന്നിലും പങ്കു ചേർക്കാത്ത ഒരു ജനവിഭാഗമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. തെറ്റുകളൊക്കെ സംഭവിച്ചു പോകുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്കറിയോ, ഇപ്പോ യൂസുഫ് നബിയുടെ ഒക്കെ ചരിത്രം നമുക്കറിയാലോ. യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ അതിക്രൂരമായിട്ട് യൂസുഫ് നബിയെ ദ്രോഹിക്കുന്നുണ്ട്. ആ ദ്രോഹം എന്താണ്? അദ്ദേഹത്തെ ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് തള്ളിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. എന്നിട്ട് വാപ്പാനോട് പറയുന്നത് ചെന്നായ പിടിച്ചു എന്നാണ്. അത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുള്ള യൂസുഫ് അലൈഹിസ്സലാമയുടെ സഹോദരങ്ങൾ പോലും ഒരിക്കൽ പോലും അള്ളാഹുവിന് പങ്കു ചേർത്തിട്ടില്ല എന്നാണ്. ആ അള്ളാഹുവിന് പങ്കു ചേർക്കാത്ത ഒരവസ്ഥ ലോകത്ത് സംജാതമാകുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള സഹായവും നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു ഇസ്സത്ത് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ എത്ര തന്നെ മൂടി വെക്കപ്പെട്ടാലും ഈ വക വിഷയങ്ങളൊന്നും ഇന്ന് ഇവിടെ ഇല്ല എന്ന് എത്രയൊക്കെ പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിലൊക്കെ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള, ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞ് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ആ ഭയം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ അടക്കി ഭരിക്കുന്ന, നമുക്ക് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും നൽകാത്ത ഒരു സർക്കാർ ഇനി ഈ ഒരു കേരളത്തിലും കൂടി ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലില്ലേ? എവിടെ നിന്നാണ് ഈ ഒരു ഭയം ഉണ്ടാകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഒരു ഭയം നമ്മുടെ മനസ്സിലേക്ക് യഥാർത്ഥത്തിൽ അള്ളാഹു ഇട്ടു തരുന്നതാണെന്ന് കൂടി നമ്മൾ ആലോചിക്കാം. കാരണം പല നബുലുവന്നകും മിനൽ ഖൗഫി വൽ ജൂഇ എന്ന് ഖുർആനിലെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും.
എന്തുകൊണ്ട്? മിനൽ ഖൗഫ്, ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? രക്ഷപ്പെടേണ്ടതുണ്ട്. ഈ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിന്റെ മാർഗത്തിലേക്ക് നാം ഓരോരുത്തരും തിരിച്ചു പോകണം. വിശുദ്ധ ഖുർആനിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് പണ്ട കാലത്തൊക്കെ ബൈബിളൊക്കെ ഉണ്ടായിരുന്നത് പോലെ അല്ലെങ്കിൽ തൗറാത്തൊക്കെ നിലനിന്നിരുന്നത് പോലെ അതിങ്ങനെ ഒരു കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ഓതപ്പെടേണ്ട മാത്രമുള്ള ഒരു ഗ്രന്ഥമാണ് എന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അബ്ബാസി ഭരണ കാലഘട്ടത്തിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായുള്ള പുരോഗതി കൈവരിച്ചത് എന്നുള്ളത്. ഈ അബ്ബാസികളുടെ കാലത്തുണ്ടായ ശാസ്ത്ര പുരോഗതിയാണ് പിന്നീട് യൂറോപ്യൻസ് ഏറ്റെടുത്തിട്ട് യൂറോപ്യന്മാർ അത് ഉപയോഗിച്ച് ഇന്ന് ലോകത്തെ ഏറ്റവും അപ്രമാദിത്വപരമായുള്ള രാജ്യങ്ങളെന്ന് വെച്ചാൽ യൂറോപ്യൻസ് ആണ്. പക്ഷെ ഈ യൂറോപ്യൻസ് എല്ലാം ഈ ചരിത്രപരമായ ഈ ശാസ്ത്രീയപരമായിട്ടുള്ള അറിവുകൾ നേടിയെടുക്കുന്നത് അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അപ്പോ എവിടെ നിന്നാണ് ഈ പറയുന്ന ഗ്രന്ഥങ്ങളിലേക്ക് ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യ കടന്നു വന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. അതിനർത്ഥം വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് എന്നുള്ളതൊന്നുമല്ല കേട്ടോ. അവർ വിശുദ്ധ ഖുർആനിന്റെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചപ്പോ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം തേടി അവർ പോയ സമയത്ത് അവർക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റി? കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വിശുദ്ധ ഖുർആനെ വായിക്കുന്നതിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്, എത്തിപ്പെടേണ്ടതുണ്ട്. അങ്ങനെ എത്തിപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആനിനെ വിശാലമായി വായിക്കാനും അതിന്റെ അർത്ഥങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. ഒരാള് ഒരു വിശുദ്ധ ഖുർആനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ പറയാറുണ്ട്, വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് വിശുദ്ധ ഖുർആന്റെ തഫ്സീറോ മറ്റുള്ള വിശദീകരണങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും അതിന്റെ അർത്ഥം മാത്രം നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോകണം. ആ അർത്ഥം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്ന ഒരു സംസാരമാണ്, കലാമുള്ള എന്ന് പറയുന്നത്. ഈ വിശുദ്ധ ഖുർആനിന്റെ സംസാരം അത് മറ്റൊരാൾ നമുക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് അതിന്റെ ആശയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഇതിപ്പോ ഒരാൾ ഓതി, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ വിശദീകരിക്കാം. നമ്മളൊരു ആയത്ത് ഓതി, ഒരായത്തിന്റെ ആശയം നമുക്ക് മനസ്സിലായി, ആ ആശയം നമ്മൾ ഒരാളോട് പങ്കുവെച്ചു. ഇന്ന് എഴുതപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു തഫ്സീറിന് എതിരായിട്ടുള്ള ആശയമാണ് അയാൾ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? പ്രധാനമായപ്പെട്ടിട്ടുള്ള തഫ്സീറുകളിൽ നിന്ന് ആശയങ്ങൾക്ക് എതിരായിട്ടുള്ള പുതിയ തരത്തിലുള്ള ഒരു ആശയമാണ് ഒരാൾ പറയുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറയുമ്പോൾ അത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യരുത്? നിരുത്സാഹപ്പെടുത്തരുത് എന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. 100-200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെക്കപ്പെട്ട തഫ്സീറുകൾക്കൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അതിനു പകരം പുതിയ രീതിയിൽ പുതിയ തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ ചിന്തകൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത്തരം ചിന്തകൾ ഉണർത്തുന്ന തരത്തിലുള്ള തഫ്സീറുകൾ പുതുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാലഘട്ടത്തിലേക്ക് വരേണ്ടതുണ്ട്. അതിന് വിശാലമായി നമ്മൾ വായിക്കണം. വിശുദ്ധ ഖുർആനിനെ വിശാലമായി അതിന്റെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം? ഈ പറയുന്ന രീതിയിലേക്ക് ഒരു പഴയ ഇസ്ലാം ഈ ലോകത്ത് ഏത് രൂപത്തിലാണോ നിലനിന്നിരുന്നത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇത്തരത്തില് വിശുദ്ധ ഖുർആനിനെ കൃത്യമായ രീതിയിൽ പഠിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് പടച്ചറപ്പ് നാം ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കുന്ന ദുർബലരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് നാഥ. ഞങ്ങൾ ഇത്തരം ആളുകളുടെ, ഇത്തരം മുസ്ലിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ തരണം ചെയ്ത് നൽകണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്നലെ ഒരു ഇലക്ഷന്റെ ഭാഗമായി വോട്ട് ചെയ്തവരാണ്. ഇനി അധികാരത്തിൽ വരുന്ന ഒരു സർക്കാർ അതാര് തന്നെ ആയാലും ഞങ്ങളെ പീഡിപ്പിക്കുന്ന തരത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ നൽകാത്ത തരത്തിലുള്ള ഒരു സർക്കാരിനെ ഞങ്ങൾക്ക് നൽകരുത് തമ്പുരാനെ. ഞങ്ങൾ മുസ്ലിങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു ഇസ്സത്ത് നീ ഞങ്ങൾക്ക് തിരിച്ചു നൽകണമേ റബ്ബേ. രോഗം കൊണ്ടും മറ്റും ഞങ്ങൾ കഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് നാഥ. അത്തരം ആളുകളുടെ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീ ദൂരീകരിച്ച് കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ സജീവ പ്രവർത്തകനായിട്ടുള്ള അതുപോലെ ഒരു ഭാരവാഹിയായിട്ടുള്ള ജനാബ് മമ്മിക്കുട്ടി സാഹിബിന്റെ സഹോദരൻ
രോഗം ബാധിച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്ന്, കണ്ടീഷൻ ആശുപത്രിയിലാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ സഹോദരന് രോഗശാന്തി നൽകണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اجرنا من النار، ربنا اجرنا من النار، ربنا اجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما وادخلنا الجنة يا رب العالمين. آمين برحمتك يا أرحم